നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ +2 എങ്ങനെയാണ് ലാബ് എന്നൊക്കെ. അതിന് ഇമ്പോർട്ടൻറ്റ് മാത്രം എഴുതിയാൽ മതി അവർ പറയെങ്കിലും അങ്ങനെ എഴുതിരുന്നു. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ യോ എസ്തെറ്റിക് മലയാളി ഹിയർ ബാക്ക് വിത്ത് ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സയൻസ് ലാബ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും, കാരണം +1 സ്റ്റുഡൻസ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സംഭവമാണ് ഈ +2 ലാബിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, സാധനങ്ങളൊക്കെ ഇട്ടാൽ കത്തുവോ, അതൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു സംഭവം. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് കൂടെ ഞാൻ ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 ക്വസ്റ്റ്യൻസ്, അതായത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഞാൻ ആൻസർ ചെയ്യാൻ അർഹനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ആൻസർ ചെയ്യുന്നുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എസ്തെറ്റിക് മലയാളി. സോ പല്ലിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദിസ് വീഡിയോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ട് ഇതിൽ പറയാൻ പോകുന്നത്. വൈഗ മുക്കം ചോദിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഹിന്ദിയാണ്, കുറച്ച് ടിപ്പ് പറഞ്ഞു തരുമെന്ന്. അപ്പം ഇത് ഞാൻ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം SLCയിലായാലും 9th-ലായാലും 8th-ലായാലും ഞാൻ ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പ്രോ ആണ്. അതായത് ഞാൻ ഹിന്ദിയിലേക്ക് ഹിന്ദി ഇപ്പം ആരെയും പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മൂവി കണ്ടാലോ എനിക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് ആയത് ഒരു ലോക്ക്ഡൗൺ ടൈമിലാണ്. എന്താ പറയുക, ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, പക്ഷെ ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ യൂട്യൂബ് ചാനൽസ് കാണാറുണ്ടായിരുന്നു, ഹിന്ദി സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ. അപ്പോൾ അവർ പറഞ്ഞത് കേട്ട് ആ ലിസൺ ആയാലും നമുക്ക് എഴുതുന്ന രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അപ്പം കേൾക്കുന്നത് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അങ്ങനെ ആ ലിസൺ റൈറ്റ് പ്രാക്ടീസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൂടെ തന്നെ കടന്നു പോയാലേ നമുക്ക് ഓരോ ലാംഗ്വേജും തറാവുള്ളൂ. സോ ഇത് ചോദിച്ചിട്ടുള്ളത് ഹിന്ദി പഠിക്കാനുള്ള ടിപ്സാണ്. ഞാൻ പറയാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് ബാച്ചിലാണോ, അതായത് ഓൺലൈൻ ക്ലാസ്സിലോ നിങ്ങൾ ട്യൂഷന് പോകുന്ന ആ നോട്ട് ഉണ്ടല്ലോ, ഒരു കൃത്യമായിട്ടുള്ള നോട്ട് നമുക്ക് ഉണ്ടാവണം. അതായത് എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ടിപ്പണിയൊക്കെ ഇല്ലേ, ടിപ്പണി, ലെറ്റർ, അങ്ങനെ മെയിനായിട്ട് വരാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും ഏതൊക്കെയാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന തരത്തിൽ നമുക്കൊരു നോട്ട് വേണം. പിന്നെ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ലേബർ ഇന്ത്യ ആയാലോ ഒന്നും വേണ്ട, ഗൈഡൊന്നും വേണ്ട, ജസ്റ്റ് ആ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ അവർക്ക് മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് അതിൽ കിട്ടും. ചില ചാപ്റ്റേഴ്സ് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ആ ചാപ്റ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇതിപ്പം ആ ചാപ്റ്റർ വായിച്ചാൽ തന്നെ അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും ഉണ്ട്, കവിത ഒഴിച്ച്. കവിതകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് കുറേ മീനിങ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവാത്ത. സോ അതിന് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെ ഉപയോഗിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ലേബർ ഇന്ത്യ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ നമ്മുടെ സാറിൻ്റെ പേരൊക്കെ എന്നോട് മറന്നുപോയി. സൈലത്തിൽ SLCയിൽ ഹിന്ദി എടുക്കുന്ന സാറിൻ്റെ നോട്ട് അടിപൊളിയാണ്, കാര്യം പറയാം. അതായത് ഞാൻ വേറെ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല, സോ ഞാൻ അങ്ങനെ പറഞ്ഞ് ജഡ്ജ് ചെയ്യല്ല. സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സോ സാറിൻ്റെ ക്ലാസ് നോട്ട്സ് മാത്രം പഠിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എനിക്ക് ഓൾമോസ്റ്റ് എവറി എക്സാമിലും ഹിന്ദിയിൽ എനിക്ക് ഫുള്ള് കിട്ടാറുമുണ്ട്. സോ ഹിന്ദി എക്സാം അങ്ങനെ ടഫ് ആവുന്നില്ല, അതായത് ക്രിസ്മസ് ഓണത്തിനൊക്കെ ടഫായാലേ ഉള്ളൂ, അല്ലാണ്ട് ഫൈനൽസിന് അങ്ങനെ ടഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഹിന്ദി ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഫ്രം ദ ബേസിക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക തന്നെ വേണം. ഞാൻ പറയുന്നത് നോട്ട് കൃത്യമായിട്ട് വേണം. സോ വെറുതെ ഇങ്ങനെ പഠിച്ചു പോകാന്നുള്ളതല്ലല്ലോ, നമ്മൾ മൂവീസൊക്കെ കണ്ടിട്ട് ഹിന്ദി തറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് ഇനി. സോ അവിടെ പോയിട്ട് നമുക്ക് ഒന്നുമില്ല, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇറ്റ്സ് വെരി നെസസറി ടു നോ ഈച്ച് ആൻഡ് എവറി ലാംഗ്വേജ്. കാരണം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്. സോ ഇത് ഞാൻ SLCക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആയിട്ടാണ് പറയുന്നത്. 76 എന്ന് പറഞ്ഞ അക്കൗണ്ട് ചോദിച്ചാണ്, ചേച്ചി പഠിക്കുമ്പോൾ എങ്ങനെയാ നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ, എനിക്ക് എങ്ങനെയാ നോട്ട് പ്രിപ്പയർ ആക്കേണ്ടതെന്ന് അറിയില്ല. സോ നോട്ടിൻ്റെ കാര്യം ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്ലാസ്, അതായത് ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ കൂടെ നോട്ട് എഴുതി പോവും. ജസ്റ്റ് അതൊന്ന് പോസ് ചെയ്തിട്ട്, അതായത് ലൈവ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ലൈവ് കാണാറില്ല. സോ ക്ലാസ് കാണുമ്പോൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റൂലേ, അതേപോലെ എഴുതിയെടുക്കുക. അപ്പം നമുക്ക് രണ്ടാമതൊരു നോട്ട് ഉണ്ടാക്കേണ്ട പണിയില്ല. അതാണ് ഈ ലെക്ചർ നോട്ട്സിൻ്റെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് അപ്പം എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ജസ്റ്റ് ഒരു റഫ് നോട്ടിൽ കുറിച്ചിട്ട് കാണും, എന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു നോട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യും. ഞാൻ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ലെക്ചർ നോട്ട്സ് ആണ്. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഒരു ഇതിൽ തീരെ സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ലെക്ചർ നോട്ട്സ് എഴുതി പോയാൽ അതാണ് ഒരു കൈൻഡ് ഓഫ് സ്മാർട്ട് വർക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ അങ്ങനെ നോട്ട് എഴുതി പോവുക. ഉള്ളതെല്ലാം നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. അതായത് പ്രത്യേകിച്ച് ഈ സുവോളജിയും ബോട്ടണിയും ഒക്കെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ സ്ലൈഡ്സിലുണ്ടാവും. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ, ട്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ട് തരുമല്ലോ, വേണ്ടാത്ത സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളും
മാത്രം എഴുതരുത്. അതായത് ഇമ്പോർട്ടൻറ്റ് മാത്രം എഴുതിയാൽ മതി അവർ പറയുമെങ്കിലും അങ്ങനെ എഴുതരുത്. നമുക്ക് ഏകദേശം ഒരു ബോധം വേണമല്ലോ. ഇങ്ങനെ വെറുതെ ഒരു യൂണിവേഴ്സ് ഒരു ഫാക്ട് ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരു കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന സെന്റൻസ് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്രം എഴുതി വെക്കുക. എന്നിട്ട് അത് റിവൈസ് ചെയ്യാൻ തരത്തിൽ എഴുതി വെക്കുക. വെറുതെ കുറേ നോട്ട് എഴുതിയിട്ട് കാര്യമില്ല. കുറച്ച് വൃത്തിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് നോക്കുമ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. സോ അതാണ് നോട്ട്. ഞാൻ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് എല്ലാ സബ്ജക്റ്റിനും. പിന്നെ അതിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോട്ടിലും ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ എനിക്കൊന്ന് വേഗം എൻഡ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ എൻ്റെ സയൻസ് ലാബ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ കെമിസ്ട്രി റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് +1 സ്റ്റുഡൻസ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ +2 എങ്ങനെയാണ് ലാബ് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതാ റെക്കോർഡിൽ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇതാ ബാക്കത്തെ പേജിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എഴുതാം. പിന്നെ ഫസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ പറഞ്ഞുതരാം. കണ്ടോ, ഇനി കുറേ പേജസ് ഉണ്ട്. ഇവിടെയൊക്കെ കാൽക്കുലേഷൻസ് ആണ്. നമ്മൾ ലാബ് കഴിഞ്ഞിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുമ്പം കാൽക്കുലേഷൻ സംഭവമൊക്കെ ആയിട്ടാണ് ടീച്ചേഴ്സിന് കൊടുക്കുക. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലാബിൽ കയറലും ടൈട്രേഷനാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ എന്ന് വെച്ചാൽ ഫുള്ള് പൊട്ടത്തേരായിരുന്നു ലാബിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പൊതുവെ പ്രാക്ടിക്കൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്കൊരു സംഭവം കത്തൂല, ഒന്നും കത്തൂല. പിന്നെ ചെയ്ത് അതായത് അത്ര വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. ഫസ്റ്റ് ടൈം എനിക്ക് വൃത്തിയിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് മറക്കൂല. ഞാൻ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ പല കുട്ടികളുണ്ട് സ്കൂളിൽ ക്ലാസ്സിൽ ഉഴപ്പി നടക്കും, പക്ഷെ പ്രാക്ടിക്കലിൽ അടിപൊളിയായിരിക്കും. ഇനി പ്രാക്ടിക്കലിൽ വലിയ ഇതില്ലാത്ത ആൾക്കാർ തിയറിയിൽ ഭയങ്കര ഇതായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ലാബിൽ കയറിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ കൈൻഡ് ഓഫ് സംഭവമായിരുന്നു. കാരണം എനിക്ക് മാത്രം കിട്ടുന്നില്ല അങ്ങനെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല. അതായത് ടൈട്രേഷൻ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് തന്നെ ടീച്ചേഴ്സ് പറയും, നമുക്ക് ഫസ്റ്റ് ടീച്ചേഴ്സ് എല്ലാം കൂടി പറഞ്ഞു തരും, എന്നിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സംഭവം കത്തൂല. പിന്നെ ചെയ്ത് ആ ഒരു സംഭവം മനസ്സിലാവും. ഇനി +2 സ്റ്റുഡൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റേ കൺകോഡിങ് വാല്യൂസ് ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് 16.5, അതായത് സംഭവമൊന്നുമില്ല, ബ്യൂററ്റ്, പിപ്പറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ സാധനങ്ങൾ നമ്മൾ എടുക്കണം. അങ്ങനെ അത് നമ്മളൊരു ഫിനോൾഫ്തലീനും നമുക്ക് കിട്ടിയ ആ ഒരു സൊല്യൂഷനും അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾ 7th പഠിച്ചാണ്. അങ്ങനെ ടൈട്രേഷൻ അങ്ങനെ ചെയ്ത് അത് ന്യൂട്രലൈസ് ആവുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് 2 തവണ നമ്മൾ ചെയ്തിട്ട് കൺകോഡിങ് വാല്യൂ കിട്ടണം. എനിക്കാണെങ്കിൽ ഫസ്റ്റ് 16.5 കിട്ടും, പിന്നെ ഒരു ബന്ധമില്ലാത്ത 23ഉം 21ഒക്കെ കിട്ടും. നമുക്ക് ലാബ് പാർട്ട്നേഴ്സിന് കിട്ടും. എന്താ പറയുക, കിട്ടും എന്നല്ല, നമ്മൾ സൈഡിൽ നിൽക്കുന്ന ആരാണോ അവരുമായിട്ടായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. അപ്പം ലാബ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. ലാബ് ഭയങ്കര ഫണ്ണാണ്, ഒക്കെയാണ്. പക്ഷെ കെമിസ്ട്രി ലാബ് കുറച്ചും കൂടി സീരിയസ് സംഭവമാണ്. ഫിസിക്സ് എന്ന് വെച്ചാൽ വലിയ കാര്യത്തിൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല, ഇത്ര വരെ ചെയ്യാനൊന്നുമില്ല. ഇനി മുന്നോട്ട് എന്തൊക്കെയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. മാത്സ് ലാബ് നമുക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബോട്ടണി, സുവോളജിയും പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ സംഭവം ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. സംഭവമൊക്കെ ചെയ്തിട്ട് ഒരു സ്ലൈഡിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാനുള്ള സംഭവമൊക്കെയാണ് ഒരു ഒബ്സർവേഷൻ ബുക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവമാണ്. ബോട്ടണി ലാബ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കെമിസ്ട്രി ലാബ് എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം എനിക്ക് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഞാൻ എക്സാമിന് എന്താക്കും, ഇങ്ങനെ ആക്കും എന്നൊക്കെ. പിന്നെ ചെയ്ത് സംഭവം ഓൾമോസ്റ്റ് യൂസ്ഡ് ആയപ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ എനിക്ക് സോൾട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അതായത് സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച് കുറച്ച് ഇതാക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏകദേശം സംഭവം ഐഡിയ കിട്ടും. ഞാൻ ഫുൾ ആ ഒരു ഈ നമ്മൾ ഒബ്സർവേഷൻ ബുക്ക് പഠിച്ചിട്ടൊന്നല്ല പോയെ. ഫസ്റ്റ് നമ്മൾ സോൾട്ട് എന്ന് വെച്ചാൽ ഒരു കോമൺ സോൾട്ട് നമുക്ക് തരും. എന്നിട്ട് അത് നമ്മൾ റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ ആനയോൺ ഏതാണോ കാറ്റിയോൺ നമ്മൾ കണ്ടുപിടിച്ച ഒബ്സർവേഷൻ ബുക്കിൽ എഴുതണം. അതാണ് സോൾട്ടിന്റെ സംഭവം, സോൾട്ട് അനാലിസിസ് എന്ന് പറയും. ടീച്ചേഴ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യം പറഞ്ഞുതരും. ഇതിൽ ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. കോൺസെൻട്രേറ്റഡ് HCl, കോൺസെൻട്രേറ്റഡ് HSO4 അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതാക്കും. അപ്പം ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ശരിക്കും എന്താ പറയുക ശ്രദ്ധിക്കണം. കാരണം ടീച്ചേഴ്സൊക്കെ പറയുന്ന കേൾക്കാം, നമ്മൾ ബോയിൽ ചെയ്യുമല്ലോ, ഇതൊക്കെ +2 സ്റ്റുഡൻസിന് മനസ്സിലാവും. ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മൗത്ത് നമ്മൾ ചുമരിൻ്റെ അങ്ങോട്ടേക്ക് വെക്കണം. എന്നിട്ട് അതിവിടെ വെച്ചിട്ട് നമ്മൾ ആരുടെയും കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ണിലേക്കാവും. അങ്ങനെ ആയിട്ടുണ്ട് എന്നൊക്കെ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ശ്രദ്ധിക്കണം. നമുക്കാണെങ്കിൽ സ്പെക്സോ ഒരു ഗ്ലൗസോ ഒന്നുമില്ല. ലൈക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവമൊക്കെ ഡ്രോപ്പേഴ്സും പിന്നെ ആ ഒരു ബോട്ടിലൊക്കെയാണ് വെക്കുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ നമുക്ക് സംഭവങ്ങൾ കഴുകാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ലാബിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. കെമിസ്ട്രി ലാബ് പോയാൽ ഇങ്ങനെ പണിയെടുക്കുന്ന പോലെ വൃത്തിയാക്കുക, അതങ്ങനെ തന്നെയാണ്. നമ്മൾ ലാബിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ലാബ് കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി
ഒരു ഇതിൽ ലാബ് കെമിസ്ട്രി ലാബ് ഭയങ്കര സീരിയസ് ആണ്, നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, എന്നാലേ സംഭവമൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണാണ്, നമ്മൾ കൂടെയുള്ള ലാബ് പാർട്ട്ണറൊക്കെ അടിപൊളിയാണെങ്കിൽ നല്ല ഫണ്ണാണ് സംഭവം ലാബ് എന്ന് വെച്ചാൽ. സോ എനിക്ക് ലാബിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു, സീനിയേഴ്സിൻ്റെ ആയിരുന്നോ അങ്ങനെ ഒന്നും എനിക്കിതുവരെ ലാബിനെ കുറിച്ച് എന്താ ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ കുറേ മൂവീസൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പം കത്തുന്ന തരത്തിലുള്ള സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അത് നല്ല ഫണ്ണായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ സാൾട്ട് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന് അറിയില്ല, അപ്പം പറയാം ബാക്കി എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. അപ്പം ഇതുവരെ സാൾട്ട് ഒരു കുഴപ്പമില്ല. ഇനി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ബേരിയം സൾഫേറ്റോ അങ്ങനെ എന്തൊക്കെയോ സംഭവം എടുത്തിട്ട് അത് ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പം ഇത് +2 സ്റ്റുഡൻസ്, സയൻസ് സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ലാബ് എക്സ്പീരിയൻസ്. ബിക്കോസ് എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. CBSE 10th പഠിച്ചവർക്ക് എനിക്ക് തോന്നുന്നു ലാബ് ഉണ്ട്, സയൻസ് ലാബ്. നമുക്ക് SLC സ്റ്റുഡൻസ്, കേരള സിലബസിന് ലാബൊന്നുമില്ല, IT മറ്റേ ലാബൊന്നും അല്ലാണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു സയൻസ് ലാബ് എന്ന്. ഫണ്ണാണോ അല്ല കുറേ പഠിപ്പികളായിട്ടുള്ള ആൾക്കാർ എന്താ പറയുക ഭയങ്കര ഒബ്സർവേഷനൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാനെന്ന് വെച്ചാൽ കുറേയൊക്കെ സീരിയസ് ആയിട്ട് നോക്കും, പിന്നെ കുറച്ച് എൻജോയ് ചെയ്യും, അങ്ങനെയാണ്. സോ ഇത് കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സയൻസ് ലാബ് എക്സ്പീരിയൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ് എനിക്കറിയാം. സോ നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ലെറ്റ് മീ ഹാവ് സം എന്താ പറയുക അടിപൊളി സജഷൻസ്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു അടിപൊളി ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെ ഷോർട്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇറ്റ്സ് മീ യുവർ എസ്തെറ്റിക് മലയാളി സൈനിങ്